ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജലപ്രളയം കഴിഞ്ഞപ്പോൾ നോഹ ഒരു ഹോമയാഗം അർപ്പിച്ചു. ആ ഹോമയാഗത്തിൻ്റെ പുക, ആ സൗരഭ്യവാസന ദൈവം മണത്തു. അത് മണത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവനിൽ പ്രസാദിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് തുടങ്ങിയത്. അതിന് ഈ ദൈവം മണത്ത് നോക്കുന്നു, ദൈവത്തിന് മൂക്കുണ്ടോ, കണ്ണുണ്ടോ, വായുണ്ടോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായി സൂചിപ്പിച്ചു. അതിൻ്റെ ഈ സൗരഭ്യവാസന, ഹോമയാഗത്തിൻ്റെ സൗരഭ്യവാസന, അതിന് പുതിയ നിയമത്തിൽ ഒരു വ്യാഖ്യാനം പൗലോസ്ലീഹ നൽകിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 64, പരിജ്ഞാനത്തിൻ്റെ പരിമളവും ക്രിസ്തുവിൻ്റെ സുഗന്ധവും. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 20-22 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അനന്തരം നോഹ യാഹ്വേക്ക് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള എല്ലാ പക്ഷികളിൽ നിന്നും ചിലതിനെ കൊണ്ടുവന്ന് അവൻ അവിടത്തേക്ക് ഹോമയാഗമായി അർപ്പിച്ചു. അതിൻ്റെ സൗരഭ്യവാസന മണത്തപ്പോൾ പ്രസാദിച്ച യാഹ്വേ തൻ്റെ ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ ആത്മഗതം ചെയ്തു: മനുഷ്യൻ കാരണം ഭൂമിയെ ഇനിയൊരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്നാൽ മനുഷ്യഹൃദയം ബാല്യം മുതൽ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. ഇതിൽ ഹോമയാഗത്തിൻ്റെ സൗരഭ്യവാസന മണത്തപ്പോൾ പ്രസാദിച്ച യാഹ്വേ, ഇതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പുതിയ ഉടമ്പടിയുടെ വെളിച്ചത്തിൽ ഈ തിരുവചനത്തെ പൗലോസ്ലീഹ പുനരാഖ്യാനം ചെയ്യുന്നുണ്ട്. 2 കൊരിന്തോസ് 2:14-15 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും വിജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങൾ വഴി തന്റെ പരിജ്ഞാനത്തിന്റെ സൗരഭ്യം പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളം ആകുന്നു. വിജയോത്സവം, പരിജ്ഞാനത്തിന്റെ സൗരഭ്യം, ക്രിസ്തുവിന്റെ പരിമളം, ഈ 3 കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് നോഹയുടെ കാലത്തെ ഈ സൗരഭ്യം ദൈവം മണത്തു നോക്കി എന്നതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. വിജയോത്സവമായി, ഗ്രീക്കിൽ ത്രിയാംബവുവോ എന്നാണ് ഗ്രീക്കിൽ വാക്ക്. വൻ വിജയാഘോഷത്തിന്റെ എഴുന്നള്ളത്തിൽ നേതൃത്വം വഹിക്കുക എന്നാണ് വാക്കിനർത്ഥം. ഈ ജൈത്രയാത്രയിൽ തടവുകാരെ കെട്ടിവലിച്ച് കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുക്കുക എന്നും ധ്വനിയുണ്ട്. ഈ ത്രിയാംബവുവോ എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ട്രയംഫ് എന്ന വാക്കുണ്ടായത്. പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ, ത്രിയാംബവുവോ. ഇവിടെയും കൊളോസസ് ലേഖനത്തിലും. കൊളോസ് ലേഖനം അതായത് 2 കൊരിന്തോസ് 2:14 കൊളോസ് ലേഖനം 2:15. ഈ വിജയോത്സവം, ട്രയംഫ്, അത് ജൈത്രയാത്ര, അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ റോമാ സാമ്രാജ്യത്തിലെ ഒരു പതിവ്, ഒരു സമ്പ്രദായം നമ്മൾ തിരിച്ചറിയണം. യുദ്ധരംഗത്ത് വിജയകരമായി പൂർത്തിയാക്കിയ സൈനിക പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് തിരിച്ച് രാജ്യ തലസ്ഥാനത്തേക്ക് ജൈത്രയാത്രയായി വരുമ്പോൾ പല കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒന്ന്, ജയിച്ച രാജ്യത്തിന്റെ പട്ടാളക്കാര് ലതാ കിരീടവും, ഒളിമ്പിക്സിലൊക്കെ പണ്ട് കൊടുത്തിരുന്നത് അങ്ങനത്തെ കിരീട, ലത എന്ന് പറഞ്ഞാൽ ചെടികൾ കൊണ്ടുള്ള കിരീടവും ചൂടി സൈന്യത്തലവന്റെ തേരിന് പുറകെ നടക്കുന്നു. ജയിച്ച രാജ്യത്തിന്റെ പട്ടാളക്കാര് ലതാ കിരീടവും ചൂടി സൈന്യത്തലവന്റെ തേരിന് പുറകെയായിട്ട് നടക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. 2, വിദേശത്ത് വെച്ച് തടവുകാരായി പിടിക്കപ്പെട്ടവരെ അടിമകളായി കെട്ടിവലിച്ച് കൊണ്ടുവരുന്നു. വൈദേശിക പൗരന്മാരെ നാണം കെടുത്തുകയാണ് ഇതിലൂടെ. 3, യുദ്ധത്തിൽ പിടിച്ചെടുത്ത വിലയേറിയ സാധനങ്ങള് പരേഡില് പ്രദർശിപ്പിക്കുന്നു. നമ്മൾ ഈ റിപ്പബ്ലിക്കിന്റെ പരേഡെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ അതിന്റെ ഒരു പൂർവ്വരൂപമാണ് ഈ പറയുന്നതൊക്കെ. ജൈത്രയാത്രയുടെ സമാപനത്തില് അവരിൽ ചില അടിമകളെ കൊല്ലുകയും ചെയ്യുമായിരുന്നു. ഇതൊക്കെ ഈ ജയിച്ചു എന്ന് കാണിക്കാൻ മാത്രമല്ല, റോമാ സാമ്രാജ്യം ആരാധിച്ചിരുന്ന ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാനും ആദരിക്കാനും വേണ്ടിയാണ് ഈ പറഞ്ഞ ഘോഷയാത്രയും പിന്നെ ചില അടിമകളെ കൊല്ലുന്നതൊക്കെ. യുദ്ധത്തിന്റെ ദേവനായിട്ടാണ് ജൂപ്പിറ്ററിനെ കണ്ടിരുന്നത്. ആ ജൂപ്പിറ്ററാണ് തങ്ങൾക്ക് വിജയം സമ്മാനിച്ചതെന്ന് അവർ കരുതുകയും ജൂപ്പിറ്റർ ദേവന്
ചില മനുഷ്യരെ കുരുതി കൊടുക്കുകയും ചെയ്യുന്നു. പട്ടാളത്തെ മുന്നിൽ നിന്നും നയിച്ച സൈന്യത്തലവനെയും ആദരിക്കുന്നു. റോമ സാമ്രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ പ്രയോഗം ത്രിയാംബവുവോ പൗലോസ് ഉപയോഗിക്കുന്നതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുവിന്റെ ധീര പടയാളികളായ സ്ലീഹന്മാരെ ജൈത്രയാത്രയുടെ മുമ്പിൽ എഴുന്നള്ളിക്കുന്നു. പാപത്തിന്റെയും തിന്മയുടെയും മേലുള്ള ക്രിസ്തുവിന്റെ യുദ്ധത്തിൽ പങ്കെടുത്ത പടയാളികളാണ് ക്രിസ്തുവിന്റെ ധീര പടയാളികൾ. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പൗലോസ് അത് പറയുന്നത്. 2, സ്ലീഹന്മാരുടെ എഴുന്നള്ളിപ്പിന് വേറൊരു ധ്വനിയുണ്ട്. ക്രിസ്തുവിന്റെ അടിമകൾ എന്ന നിലയിൽ അവർ അവിശ്വസിക്കുന്ന ലോകത്തിന്റെ തെരുവുകളിൽ നിന്ദിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യപ്പെട്ടേക്കാം. ഈ അടിമകളെ ജൂപ്പിറ്റർ അവന് ഇങ്ങനെ ഗുരുതി കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ക്രിസ്തുവിന്റെ അടിമകളാണ് സ്ലീഹന്മാരും നമ്മളും ശിഷ്യന്മാരൊക്കെ. അപ്പോൾ അവിശ്വസിക്കുന്ന ലോകത്തിന്റെ തെരുവുകളിൽ നമ്മൾ നിന്ദിക്കപ്പെടാം, നമ്മൾ കൊല്ലപ്പെടാം. അത് ഒരു സാധ്യതയാണ്. 3, ക്രിസ്തു എന്ന രാജാതിരാജന്റെ ജൈത്രയാത്രയാണ് പൗലോസിന്റെ മനസ്സിൽ. ക്രിസ്തുവിന്റെ എഴുന്നള്ളത്തില് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന തടവുകാരെ പോലെ പൈശാചിക ശക്തികള് നിരായുധരാക്കപ്പെടുകയും നാണം കെടുത്തപ്പെടുകയും ചെയ്യും. ഈ പശ്ചാത്തലമാണ് കൊളോസ് ലേഖനം 2:15. ലോകത്തിന് രക്ഷ കൊണ്ടുവന്ന ക്രിസ്തുവിനോട് സംയോജിപ്പിക്കപ്പെട്ട സ്ലീഹന്മാരിലൂടെ ലോകത്തുടനീളം ദൈവം തന്റെ ശക്തി പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനോട് സംയോജിക്കപ്പെട്ടവരാണ് സ്ലീഹന്മാരും ക്രിസ്ത്യാനികളും എന്ന സത്യം പൗലോസിന്റെ മുഖ്യ പ്രമേയങ്ങളിൽ ഒന്നാണ്. കൊളോസ് ലേഖനം 1:24 ഈ സംയോജനം ഇപ്പോൾ നടക്കുന്നത്, സഭയിൽ നടക്കുന്നത്, കൗദാശികമായി നടക്കുന്നത് മാമോദീസ, സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം, പിന്നെ വിശുദ്ധ കുർബാന തുടങ്ങിയ കൂദാശകളിലൂടെയാണ്. അപ്പൊ ഇതാണ് ഈ വിജയോത്സവം എന്ന് പറയുന്നത്. ആ വിജയോത്സവമായി നടത്തുകയും ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും വിജയോത്സവമായി നടത്തുകയും ഈ ജൈത്രയാത്ര ഇതൊക്കെ നോക്കി എത്ര ആഴമാണത്. എല്ലായിടത്തും ഞങ്ങൾ വഴി തന്റെ പരിജ്ഞാനത്തിന് സൗരഭ്യം പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പരിജ്ഞാനത്തിന്റെ സൗരഭ്യം ഈ ജൈത്രയാത്രയിലാണ് പരിജ്ഞാനം ഞങ്ങൾ നടത്തുകയും എല്ലായിടത്തും ഞങ്ങൾ വഴി പരിജ്ഞാനത്തിന്റെ സൗരഭ്യം പരത്തുന്നു. പരിജ്ഞാനത്തിന്റെ നറുമണം, പരിജ്ഞാനത്തിന്റെ പരിമളം. ഹേ ഓസ്മേ തേസ് ഗ്നോസെയോസ് എന്നാണ്. ഗ്നോസെയോസ് പരിജ്ഞാനം, ഹേ ഓസ്മേ നറുമണം, പരിമളം, സുഗന്ധം. ഓസ്മ എന്നതിന് വാസന, സുഗന്ധം, നറുമണം, പരിമളം എന്നൊക്കെ അർത്ഥം. പഴയ നിയമത്തിലെ ബലികളുമായി ബന്ധപ്പെട്ട പ്രയോഗമാണിത്. നമ്മൾ കണ്ടു കഴിഞ്ഞു. നോഹയുടെ ബലി, ഉൽപ്പത്തി 8:21. ഗ്നോസിസ് എന്നതിന് പരിജ്ഞാനം എന്നർത്ഥം. ദൈവത്തിന്റെ പരിജ്ഞാനമാണ് ക്രിസ്തു. 1 കൊരിന്തോസ് 1:24. അതായത് ലോകത്തിന്റെ ജ്ഞാനം പോലെയല്ല ദൈവത്തിൻ്റെത്. ലോകം തന്റെ ജ്ഞാനത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ദൈവം അവന്റെ ജ്ഞാനമയ ക്രിസ്തുവിലൂടെ കുരിശുമരണമെന്ന് ഭോഷത്വമെന്ന് കരുതപ്പെടുന്ന ആ കുരിശുമരണത്തിലൂടെയാണ് ലോകത്തെ രക്ഷിച്ചത്, വീണ്ടെടുത്തത്. അപ്പൊ ക്രിസ്തുവാണ് ദൈവത്തിന്റെ പരിജ്ഞാനം. ക്രിസ്തുവിന്റെ ശുശ്രൂഷകര് ആ പരിജ്ഞാനം പ്രഘോഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്. 2 കൊരിന്തോസ് 5:20 അത് പറയുന്നുണ്ട്. ക്രിസ്തുവിന് ശുശ്രൂഷകർ ഈ പരിജ്ഞാനം, ഈ കുരിശിന്റെ ജ്ഞാനം, കുരിശിൽ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ ജ്ഞാനം അത് പ്രഘോഷിക്കുന്നു. തീർന്നില്ല, അവരിലൂടെ, അതായത് ഈ പ്രഘോഷിക്കുന്ന നമ്മളിലൂടെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ആവിഷ്കരിക്കപ്പെടുകയും അനുഭവപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെ നിന്ദിക്കപ്പെടും, ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെടും. ക്രിസ്തുവിൻ്റെത് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരുവന്റെ ആയതിനാൽ അത് മനുഷ്യവംശത്തിന്റെ തന്നെ ഏക ബലിയാണ്. പക്ഷെ നമ്മൾ ആ ബലിയോട് ചേർക്കപ്പെടുകയാണ്. അപ്പോൾ ഈ കുരിശിലെ ജ്ഞാനം, ക്രിസ്തുവിന്റെ ജ്ഞാനം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ നമ്മൾ കൊല്ലപ്പെടാം, നമ്മൾ നിന്ദിക്കപ്പെടാം, നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടാം, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം, നമ്മെക്കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കാം. അപ്പോഴൊക്കെ ഈ കുരിശിൽ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മൾ ആവിഷ്കരിക്കുകയാണ്, അനുഭവിക്കുകയാണ്, മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്തുകയാണ്. 2 കൊരിന്തോസ് 4:10-11 ഈ സൂചനയുണ്ട്. ഗ്രേക്കോ റോമൻ ലോകത്ത്, അന്നത്തെ റോമാ സാമ്രാജ്യം, ഈ ഗ്രേക്കോ റോമൻ ലോകം എന്ന് പറയണേ, ഇതിൽ മറ്റൊരു സൂചനയുണ്ട്. ഏതെങ്കിലും റോമൻ സൈന്യത്തലവൻ കുതിരകൾ വലിക്കുന്ന രഥത്തിൽ ജൈത്രയാത്ര നടത്തുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ജൈത്രയാത്ര, ലതാകിരീടം ചൂടിയ പട്ടാളക്കാരുടെ മുൻപിലായി, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മുൻപിലായി കുന്തുരക്കം പുകയുന്ന ധൂപക്കുറ്റിയുമായി
ഒരാൾ മുമ്പിൽ നടക്കും. അന്തരീക്ഷമാകെ കുന്തിരിക്കത്തിന്റെ നറുമണം പരക്കുമ്പോൾ പട്ടാള മേധാവിയെ സ്തുതിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ സ്റ്റേഡിയം ആകെ നിറയുമായിരുന്നു. അപ്പൊ ഇതാണ് ഈ വിജയോത്സവത്തിന്റെ മുൻപില് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ പരിമളം എന്ന് പറയേണ്ട കാരണം ഇതാണ്. അപ്പൊ ഈ ചരിത്ര പശ്ചാത്തലം, റോമാ സമാജത്തിൽ ചരിത്ര പശ്ചാത്തലം ഉണ്ടെങ്കിലാണ് പൗലോസിന്റെ വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാകുക. ക്രിസ്തുവിന്റെ വിജയോത്സവത്തെക്കുറിച്ചാണ്, ജൈത്രയാത്രയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അവന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസനയാണ് ലോകമാകെ വ്യാപിക്കുന്നത്. ദേവാലയത്തിൽ കുന്തിരിക്കം പുകയ്ക്കുന്നതിനുള്ള അനേകം കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. പല കാരണങ്ങളുണ്ട്. വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ പറയുന്നത് വിശുദ്ധരുടെ പ്രാർത്ഥനകള് മാലാഖയുടെ കയ്യിലിരിക്കുന്ന ധൂപകലശത്തിൽ ഇട്ടുന്നതാണ്. കാരണം വിശുദ്ധരുടെ പ്രാർത്ഥന എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് മാലാഖയുടെ ധൂപകുറ്റിയിൽ ഇടുമ്പോൾ മാലാഖ അത് പരിശുദ്ധമാക്കിയിട്ടാണ്, കുറവുകൾ പരിഹരിച്ചിട്ടാണ് പുകച്ചുരുടകളായി വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സിംഹാസനം സമർപ്പിക്കുന്നത്. അത് വെളിപാട് പുസ്തകം. അതിനും അപ്പൊ കുന്തിരിക്കം പുകയ്ക്കുന്നതിന് കാരണം അതാണ്. പക്ഷെ ഈ ഒരു കാരണവും കൂടിയുണ്ട്. അതായത് ക്രിസ്തുവിന്റെ സുവിശേഷമാകുന്ന പരിജ്ഞാനത്തിന്റെ വാസന ലോകം മുഴുവൻ പരത്തുക. അത് കുന്തിരിക്കം പോയിക്കുന്ന, അന്നത്തെ ജൈത്രയാത്ര കുന്തിരിക്കം പോയിക്കുന്ന ഒരാളുടെ അതിനെ പിഞ്ചെന്നിട്ടാണ് നമ്മൾ പള്ളിയിൽ കുന്തിരിക്കം പോയിക്കുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ പരിമളം ലോകം മുഴുവൻ പരത്തുന്നത് പ്രതീകാത്മകമായിട്ട് ചില ചിഹ്നങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അവതരിപ്പിക്കുക. കൂദാശ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, കാണപ്പെടാത്ത യാഥാർത്ഥ്യം കാണപ്പെടുന്ന അടയാളങ്ങളുടെ അവതരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാകുന്നു. ക്രിസ്തുവിന്റെ പരിമളം. എവു ഓദിയ ക്രിസ്തു എന്നാണ്. എവു ഓദിയ ക്രിസ്തു. എവോദിയ എന്നും പറയും. എവോദിയ, ഞാൻ കൃത്യം സ്പെല്ലിംഗ് പറഞ്ഞതാണ്. എവു ഓദിയ ദൈവത്തിന് സ്വീകാര്യമായ ബലിയുടെ സുഗന്ധത്തെയാണ് എവു ഓദിയ എന്ന് പറയുന്നത്. നോഹ ഹോമയാഗം അർപ്പിച്ചപ്പോൾ ആ സുഗന്ധം, പരിമളം ദൈവം മണത്തു നോക്കി എന്ന് പറഞ്ഞല്ലോ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, സപ്തീനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് എവു ഓദിയ. സുവിശേഷം പ്രഘോഷിക്കുന്നവര് തങ്ങളുടെ പ്രവൃത്തികളാൽ ദൈവത്തിന് സ്വീകാര്യമായ പരിമളം പരത്തുന്നു. ഇപ്പൊ നമ്മൾ മലങ്കര സഭയില് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിലൊക്കെ അച്ഛന്മാരും ചമ്മാച്ചന്മാർക്കും കുന്തിരിക്കത്തിന്റെ മണം ഉണ്ടാവും. കാരണം അവരിങ്ങനെ ഒരുപാട് പുകയ്ക്കുകയാണ്. യൂറോപ്പിൽ അത്ര എളുപ്പമല്ല. കാരണം ഈ സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട് ഇപ്പോൾ പള്ളികളിലൊക്കെ. ഈ ഫ്ലൈറ്റിനകത്തുള്ളത് പോലെ കള്ളന്മാർ വരാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ ഒക്കെയാണ്. അതുകൊണ്ട് ഇവിടെ പുകയ്ക്കൽ അത്ര എളുപ്പമല്ല. എന്നാലും പലയിടത്തും ഉണ്ട്. അതായത് ഈ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ തങ്ങളുടെ പ്രവൃത്തികളാൽ ദൈവത്തിന് സ്വീകാര്യമായ പരിമളം പരത്തുകയാണ്. കാരണം അവരിലൂടെ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് ലോകത്ത് തുടരുന്നത്. അപ്പോൾ ഇത് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നതാണ് കുന്തിരിക്കം പുകയ്ക്കുന്നതിലൂടെ. പക്ഷെ വാസ്തവത്തിലുള്ള പരിമളം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സുവിശേഷമായി മാറുക എന്നുള്ളതാണ്. അത് കൗതാശികമായിട്ട് അവതരിപ്പിക്കുന്നതാണ് കുന്തിരിക്കമൊക്കെ നമ്മൾ പുകച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റോമാ ചക്രവർത്തിമാരോ പട്ടാള മേധാവിയോ ജൈത്രയാത്ര നടത്തുമ്പോൾ കീഴടക്കപ്പെട്ട രാജ്യത്തിലെ അടിമകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് വലിച്ചിഴയ്ക്കുമ്പോൾ അവർക്ക് മുമ്പിലായി ചക്രവർത്തിയുടെ പട്ടാളക്കാർ വിജയ കിരീടം ധരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അവർ മുമ്പിലായി പരിമളം പരന്ന ധൂപമായി ഒരാൾ പോകുന്നു. ഈ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്. ധൂപത്തിൽ നിന്നുള്ള മണം പരിമളമായി അനുഭവപ്പെടുന്നത് വിജയിച്ച ജനത്തിനാണ്, അല്ലേ? വിജയിച്ചവർക്ക്. തോറ്റുപോയവർക്കോ അത് മരണത്തിന്റെ ഗന്ധമാണ്. ഇതാണ് പൗലോസ് അവസാനം പറഞ്ഞത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സുവിശേഷത്തിൻ്റെത് പ്രസാദാത്മകമായ പരിമളമാണ്. നിത്യനാശത്തിലേക്ക് കുതിക്കുന്നവർക്കോ അത് മരണത്തിന്റെ ഗന്ധമാണ്. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ പരിമളമാണ്, സുഗന്ധമാണ്. ആർക്ക്? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ അത് പ്രസാദാത്മകമായ സെന്റ്, നല്ല നറുമണം. നിത്യനാശത്തിലേക്ക് പോകുന്നവർക്കോ അത് മരണത്തിന്റെ ഗന്ധമാണ്. അപ്പോൾ ഒരേ മണം തന്നെ ഇരുകൂട്ടർക്കും അനുഭവപ്പെടും, വേറെ തരത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ അടിമകളെ വലിച്ചുകൊണ്ട് പോകുന്നു. ഈ വിജയിച്ചവർക്ക് കുന്തിരിക്കം പോയിക്കുന്നത് പ്രസാദാത്മകമായ മണമാണ്, നറുമണം. അതിൽ കൊല്ലപ്പെടുന്ന അടിമകൾക്കോ മരണത്തിന്റെ ഗന്ധമാണത്. ഇതുപോലെ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്ത്യാനികള് ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് അത് നല്ല മണം, നിത്യനാശത്തിലേക്ക് പോകുന്നവർക്ക് അത് മരണത്തിന്റെ ഗന്ധം. അപ്പൊ ഇതെല്ലാം
പ്രതീകാത്മകമായിട്ട്, അതായത് ബൈബിളിലെ തിരുവചനങ്ങൾ വെളിച്ചത്തിലാണ് കത്തോലിക്ക സഭയിൽ ഓരോ കാര്യം ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടോ പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കത്തോലിക്ക സഭയിലെ ആചാരങ്ങളെല്ലാം പലരും നിഷേധിക്കുന്നതും അതിനെതിരെ സംസാരിക്കുന്നതും. അപ്പോൾ നോഹയുടെ ബലി തീർച്ചയായിട്ടും കർത്താവിന്റെ കുരിശിലെ ബലിയുടെ ഒരു പൂർവ്വചിത്രം മാത്രമാണത്. കർത്താവാണ് പരിജ്ഞാനത്തെ, ദൈവത്തിന്റെ പരിജ്ഞാനം, ആ പരിജ്ഞാനത്തിന്റെ മണം ക്രിസ്തുവിന്റെ ബലിയാണ്. അതിന്റെ ഒരു പൂർവ്വചിത്രമാണ് നോഹ അർപ്പിച്ച ബലി. ക്രിസ്തുവിന്റെ ബലിയുടെ തുടർച്ചയാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് അവർ ക്രിസ്തുവിന്റെ പരിമളമാണ്, സുഗന്ധമാണ്. അപ്പൊ ഈ ക്രിസ്തുവെന്ന ദൈവത്തിന്റെ പരിജ്ഞാനമായ ക്രിസ്തു, അവൻ പുറപ്പെടുവിക്കുന്ന അവന്റെ ബലിയാകുന്ന പരിമളം, അതാണ് ഈ മനുഷ്യരെ വീണ്ടെടുത്തത്. അതിന്റെ ഒരു പൂർവ്വചിത്രം നോഹ കാണിക്കുകയാണ്. അതിന്റെ ആ ബലിയിൽ നിന്ന് നമ്മൾ ഊർജം സ്വീകരിച്ച് നമ്മൾ തന്നെയും അവന് കുരിശുമരണവുമായിട്ട് ഒന്നായി തീരുമ്പോൾ ക്രിസ്ത്യാനികള് ക്രിസ്തുവിന്റെ പരിമളമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുകയാണ്. അത് രക്ഷ പ്രാപിക്കുന്നവർക്ക്, നിത്യനാശത്തിലേക്കുള്ളവർക്ക് അത് മരണത്തിന്റെ ഗന്ധവുമാണ്. ഈ ശിശു വളരെ പേരെ ഉയർച്ചയ്ക്കും കുറെ പേരെ തകർച്ചയ്ക്കുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ശിമയോൻ യേശുവിനെ കൈകളിലെടുത്ത് പറഞ്ഞത്. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവനിൽ വിശ്വസിക്കണം, ആ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കണം. അതില്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. സങ്കടകരമായ സംഗതിയാണ്, പക്ഷെ അതൊരു സത്യമാണ്. അപ്പോൾ അത് ഇല്ലേ, വളരെ പേരുടെ ഉയർച്ചയ്ക്കും കുറെ പേരുടെ തകർച്ച ദൈവം ആഗ്രഹിക്കുന്നല്ല. പക്ഷേ അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ ദൈവത്തിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളെ മനുഷ്യരാക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യരല്ലാണ്ടാകും. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കും. നമ്മെ രക്ഷിക്കാൻ നമ്മുടെ അനുവാദം വേണം ദൈവത്തിന്. നമ്മുടെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ല. നമ്മൾ സമ്മതിച്ചാൽ നമ്മുടെ കാര്യത്തിൽ സർവശക്തനാണ്. മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ല. അതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ നസ്രത്ത് യേശു എന്ന് പറഞ്ഞ വോള്യത്തിന്റെ 3-ാമത്തെ വോള്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ സർവശക്തി മനുഷ്യന്റെ സ്വാതന്ത്ര്യമായി കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുകയാണ്, കൂട്ടുപണഞ്ഞ് കിടക്കുകയാണ്. ദൈവത്തിന്റെ സർവശക്തി മനുഷ്യന്റെ സ്വാതന്ത്ര്യമായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. നമ്മൾ തീർത്തും നശിക്കാൻ തീരുമാനിച്ചാൽ ദൈവത്തിന് നമ്മുടെ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിയാത്തതിന് കാരണം നമ്മൾ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരാണ് ജീവികളാണ് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമുള്ള ജീവികളാണെന്ന് പറഞ്ഞാൽ പോരാ, സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അതില്ലെങ്കിൽ മനുഷ്യൻ മറ്റു ജീവികളെ പോലെയാകും, മൃഗങ്ങളെ പോലെയാകും. അത് സംഭവിക്കാതിരിക്കാൻ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. അതിനകത്തൊരു റിസ്ക് ഉണ്ട്. നമുക്ക് ദൈവത്തോട് നോ പറയാനും ദൈവത്തോട് യെസ് പറയാനും പറ്റും. യെസ് പറഞ്ഞ് ദേവാലയത്തിൽ പോയി നമ്മൾ ഈ ബലിയിൽ പങ്കെടുത്ത് അതിന്റെ സുഗന്ധവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ തന്നെയും അവന്റെ സുവിശേഷത്തിന്റെ പരിമളമായി ലോകത്തിന് മുമ്പിൽ വ്യാപരിക്കണം. രക്ഷ പ്രാപിക്കുന്നവർക്ക് നമ്മൾ ക്രിസ്തുവിന്റെ പരിമളമാകും. നശിക്കാനിരിക്കുന്നവർക്ക് നമ്മൾ മരണത്തിന്റെ ഗന്ധമായിട്ട് മാറും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.